മാറ്റം വരുത്തണമെന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി. ബലാത്സംഗം മൂലമുണ്ടായ ഗർഭം അലസിപ്പിക്കാൻ സമയപരിധി നിശ്ചയിക്കരുത്. അതിജീവിതർക്ക് 20 ആഴ്ച പിന്നിട്ട ശേഷവും ഗർഭഛിദ്രത്തിന് അനുമതി നൽകുന്ന വ്യവസ്ഥ ആലോചിക്കണമെന്നും കോടതി പറഞ്ഞു. 15 വയസ്സുള്ള പെൺകുട്ടിയുടെ ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. റഷീദ്, വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പരാമർശം കൂടിയാണ് ഒരുപക്ഷെ കോടതി നടത്തിയത്. ഈ ഹർജിയിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചതാണോ? എങ്ങനെ കാണണം കോടതിയുടെ വിധിയെ? സൈഫുദ്ദീൻ, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ 30 ആഴ്ചത്തെ ഗർഭചിത്രം നടത്താനുള്ള ഒരു അനുമതി സുപ്രീം കോടതി 24-ാം തീയതി നൽകിയിരുന്നു. പക്ഷേ ഈ അനുമതിയെ ചോദ്യം ചെയ്തുകൊണ്ട്, കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി എയിംസ് നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഏറെ നിർണായകമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ഗർഭചിത്രം നടത്തുന്നതിന് പ്രത്യേക സമയപരിധി നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. താല്പര്യമില്ലാത്ത ഗർഭം ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ബലാത്സംഗം അടക്കമുള്ള ഇത്തരം കേസുകളിൽ ഇത് അനുവദിക്കാനാകില്ല എന്നുള്ള സുപ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ബലാത്സംഗ അതിജീവിതക്ക് 20 ആഴ്ച പിന്നിട്ട ശേഷവും ഗർഭചിത്രത്തിന് അനുമതി നൽകുന്ന പുതിയ വ്യവസ്ഥ, അതിനെപ്പറ്റി ആലോചിക്കണം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ ഗർഭചിത്രത്തിന് വലിയ അനുമതി നൽകുന്നതിനൊക്കെ തെളിയും വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചായിരുന്നു ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഈ ഗർഭചിത്രം നടത്താത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസിലെ അന്തിമവാദം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ കേസിലെ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. എന്തായാലും ഗർഭചിത്രത്തിന് അനുമതി നൽകിയിട്ടുള്ള ഹർജിയെ ചോദ്യം ചെയ്തുകൊണ്ട് എയിംസ് നൽകിയിട്ടുള്ള അപേക്ഷയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ശരി, റഷീദ് ബിൻ മുഹമ്മദ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.